നമ്മൾ ചില ആളുകളെ കുറിച്ച് അയാൾ നല്ലവനാണെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അവരുടെ ദറജ നോക്കി, അവരുടെ സ്റ്റാറ്റസ് നോക്കി, അവരുടെ പദവികൾ നോക്കി, അവരുടെ സമ്പത്ത്, അവരുടെ വ്യത്യസ്തങ്ങളായ അധികാരങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പറയും അയാൾ നല്ലവനാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ഈ മതത്തിൻ്റെ അടിത്തറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലൊക്കെ പഠിപ്പിച്ച ചില നല്ല മനുഷ്യരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റിപ്പോകില്ല. നമ്മൾ ചിലരെ കുറിച്ച് നല്ലവരെന്ന് വിശേഷിപ്പിക്കുന്നവർ അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ നല്ല ആളുകളാണെന്ന് വിശേഷിപ്പിച്ചവർ മാറാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസുകൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഖിയാറുക്കും, നിങ്ങളിൽ ഉത്തമർ ഇവരാണ്. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ ഇന്നവരാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ തന്നെ ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആ സ്വഭാവത്തിലേക്ക്, ആ ഗുണത്തിലേക്ക്, ആ ഉത്തമർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളായി നാം മാറണമെങ്കിൽ അതാരാന്ന് നമ്മൾ അറിയണം. ആ ഗുണങ്ങൾ നമുക്കുണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. അതിലൊന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച കാര്യം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ച, അവരുടെ ഭർത്താവായി ജീവിതത്തെ പങ്കുവെക്കാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബി, റൂമാ കിണർ മേടിച്ച് ദാനം ചെയ്ത സ്വഹാബി, മദീനയിലെ പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണിക്ക് സഹായം ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രഗൽഭമായി നമുക്കെല്ലാം സുപരിചിതമായ ഹദീസ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമനായവർ അത് ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവരുമാണ്. ഈ 2 പേർക്കും വലിയ സ്ഥാനമുണ്ടെന്നാണ് ഹദീസിൽ. മറ്റൊരു ഹദീസിലും കാണാം, ഇന്ന അഫ്ളലക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അവരെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? അങ്ങനെയുള്ള സദസ്സിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താ? അത്തരത്തിലുള്ള വിജ്ഞാന അവസരങ്ങളെ കുറിച്ച് നമ്മുടെ നിലപാടെന്താ? അവര് നല്ലവരാണ്, ശ്രേഷ്ഠരാണ്, അഫ്ളലാണ് എന്നാ വിശേഷിപ്പിച്ചത്. ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക എന്ന 2നും ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് ഉള്ളത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാറുണ്ട്, വനദിംതു അലാ തളയീഇ അക്തരി ഔഖാതി, ഞാൻ എൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിൽ ഖേദിക്കാറുണ്ട്, ഫീ ഗൈരി മആനിയൽ ഖുർആനി, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാതെ അമിതമായി മറ്റെന്തിനെങ്കിലും സമയം പോകുന്നതിൽ എനിക്ക് ഖേദമുണ്ടാകാറുണ്ട്. നമുക്കോ അത്തരം ഒരു സദസ്സിൽ പോകാത്തതിൽ, ഖുർആൻ പഠിക്കാത്തതിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതിൽ എപ്പോഴെങ്കിലും ഒരു വിഷമം നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തിൽ നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണ്. അത് പഠിക്കാനും അതിനെ പകർത്തുവാനുമുള്ള എത്രയെത്ര നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്ന ശീലം നമ്മളിൽ ഉണ്ടാക്കുക. ഒരുപാട് മൊബൈൽ ടെക്നോളജികളും ആപ്പുകളും ഒക്കെയുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഖുർആനിനെ മനോഹരമാക്കി ഓതാൻ പഠിക്കുക. നമ്മുടെ അടുത്തുള്ള തെറ്റുകളെ തിരുത്താൻ വേണ്ടി നമ്മൾ തന്നെ മടി കാണിക്കാതിരിക്കുക. പഠിച്ച ഒരു ആയത്തുണ്ടെങ്കിൽ അതൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി, അല്ലാഹുവേ എൻ്റെ കൽബിനെ, ആ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണേ. എൻ്റെ ഹൃദയത്തിന്റെ, എൻ്റെ നെഞ്ചിന്റെ പ്രകാശം അല്ലാഹുവേ ഖുർആനാക്കി മാറ്റണേ. ഈ പ്രാർത്ഥന പോലും അതിനെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പരലോകത്ത് ഇത് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, പരലോകത്ത്
നബിതങ്ങൾ വന്നിട്ട് വല്ലാത്ത വിഷമത്തോടെ എൻ്റെ ഉമ്മത്ത് എൻ്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞുവല്ലോ അല്ലാ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു സമയമുണ്ട്. എന്താണ് ആ തള്ളിക്കളയാ, എന്താണ് അവഗണിക്കാന്ന് പറഞ്ഞാൽ ഓതൂല, പഠിക്കൂല, അതിന് ആശയം ഗ്രഹിക്കൂല, പാരായണം ചെയ്യൂല, മനസ്സിലാക്കാൻ നോക്കൂല, അതിലുള്ളത് പ്രവർത്തിക്കൂല. ഈ നിലക്ക് അതിനെ ഉപേക്ഷിച്ച ആൾക്കാരൊക്കെ ഇതിൽപ്പെട്ട ആളുകളാണ്. നമ്മളത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഉത്തമനാകാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ ശ്രമം എന്തായിരിക്കും? ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക. എവിടെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ടാവുക. രണ്ടാമത്തെ മാർഗം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നല്ല സ്വഭാവമുള്ളവരാണ്. അയാൾക്ക് പൈസ കുറവായിരിക്കും, അയാൾക്ക് നാട്ടിൽ സ്ഥാനം കുറവായിരിക്കും, അയാൾക്ക് കുടുംബത്തിലൊക്കെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾ നല്ല തങ്കപ്പെട്ട ഒരു മനുഷ്യൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമ, അയാൾ നല്ലവരാ. എന്റെ വാക്കല്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, പ്രിയപ്പെട്ട സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് യാത്ര നടത്തിയയാളാ. പല യുദ്ധങ്ങളിലും നബിനെ സഹായിച്ചവരാ. നബി തങ്ങളുടെ മുഷാവറയിൽ പങ്കെടുക്കുന്നയാളെ. നബി പലപ്പോഴും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്ന സ്വഹാബിയ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയല്ല. ലം യകുൻ ഫാഹിഷാൻ, നബി ഒരു മ്ലേച്ഛ മോശ സ്വഭാവക്കാരനല്ല. വലാ മുതഫഹിഷ, അശ്ലീലങ്ങൾ സംസാരിക്കുന്നതും നബിക്കില്ല. വളരെ മോശപ്പെട്ട കൾച്ചറുകളുള്ള നമ്മുടെ നാട്ടിൽ തെറി പറയുന്നവർ, ഇരട്ട പേര് വിളിക്കുന്നവർ, ചീത്ത പേര് വിളിക്കുന്നവർ, അവഹേളിക്കുന്നവർ, ആളുകളെ പരിഹസിക്കുന്നവർ, ഇതൊന്നും ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകൾക്ക് പറ്റുന്ന കാര്യമല്ല. നബി ഒരു അശ്ലീലത സംസാരിക്കുന്ന ആളല്ല. നബി ഒരു മോശക്കാരനായ പെരുമാറ്റമുള്ളയാളല്ല. നമ്മൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 40 സെക്കൻഡിന്റെ 50 സെക്കൻഡിന്റെ ഒക്കെ വീഡിയോകൾക്കകത്ത് ഇളം പ്രായക്കാരായ മക്കൾ പോലും സംസാരിക്കുന്ന വാക്കുകളുടെ ആശയങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ? പച്ചയായി 10,000-കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. അത്തരം തെറികളും മോശത്തരങ്ങളും പറയുന്നവരെ വലിയ സെലിബ്രിറ്റികളായി കൊണ്ടു നടക്കുന്ന ഒരു കാലത്താണ് ഈ ഹദീസ് നമ്മൾ വായിക്കുന്നത്. ഞങ്ങളുടെ നേതാവ് അങ്ങനത്തെ സ്വഭാവത്തിലുള്ള ആളല്ല. എന്നിട്ട് പിന്നെ എന്ത് സ്വഭാവമാണ് ഉള്ളത്? നബിതങ്ങൾ ഞങ്ങളോട് പറയാറുണ്ട്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവരാണ്. സ്വഭാവത്തിനാണ് ഗ്രേഡ്, അതിനാണ് ദറജ കൂടുതൽ. നമ്മൾ നന്നാക്കി, നമ്മൾ എത്ര പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാ, വീട് എത്ര ഭംഗി കൂട്ടാൻ ശ്രമിക്കുന്നവരാ, നമ്മുടെ ബിസിനസ് എത്ര മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവരാ. എൻ്റെ സ്വഭാവം നന്നാക്കണം, എൻ്റെ ഇന്ന പോരായ്മകൾ ഞാൻ തിരുത്തണം, എൻ്റെ ഇന്ന പിടിവാശികൾ ഞാൻ അവസാനിപ്പിക്കണം. അതൊരു നല്ല പോസിറ്റീവായി കാണേണ്ട വശമാണ്. ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവര്, ഉത്തമര്, അഹ്സനക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവം മുന്തിയവരാണ്. സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവിനോട് ചോദിച്ചു, ആയിഷ ബീവി, നമ്മുടെ നേതാവായ നമ്മുടെ നബിനെ കുറിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളാ, നിങ്ങൾക്ക് രഹസ്യം അറിയാ, പരസ്യം അറിയാലോ, നബി തങ്ങളുടെ കൂടെ ജീവിച്ച്. സത്യത്തിൽ നബിന്റെ സ്വഭാവം എങ്ങനെയാണ്? പുറത്തുള്ള പോലെ തന്നെയാണോ? വീട്ടിലും കുടുംബത്തിലൊക്കെ എങ്ങനെ? ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എന്തൊക്കെ നല്ല ഗുണങ്ങൾ വേണമെന്നാ പറഞ്ഞത്, അത് നബിന്റെ ലൈഫിലുണ്ടായിരുന്നു. ഖുർആൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ട, ഒഴിവാക്കണം എന്ന് പറഞ്ഞത്, ഇത് നബിന്റെ ലൈഫിൽ, ജീവിതത്തിൽ വന്നിട്ടില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആനിൽ ആയത്ത് സൂറത്തുൽ ഖലം എന്ന് പറഞ്ഞു കൊടുക്കുക. നബി തങ്ങളെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. വഇന്നക ലഅലാ ഖുലുഖിൻ നദീം, നബിയേ നിങ്ങൾ മഹത്തായ സൽസ്വഭാവത്തിന്റെ ഉടമയാകുന്നു. നബിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് മാപ്പ് കൊടുത്തു കൂട്ടരെ. നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞവർക്ക് മാപ്പ് കൊടുത്തു. എന്തൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കി, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയവന്റെ നേർക്ക് നേരെ തിരിച്ചു വാളോങ്ങാത്തൊരു നേതാവ്, വിട്ടുവീഴ്ചയും ക്ഷമയും പരസ്പര സഹകരണമായ മനസ്സും അതോടൊപ്പം ഒരു വലിയ മികച്ച വിനയത്തിന്റെ ഉടമയായി മാറി നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മൾ എവിടെയാണ്?
ഇനി നമുക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ നന്നാക്കിയെടുക്കണമെന്ന്? പലപ്പോഴായി നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന പാളിച്ചകളിൽ നമ്മളാണ് തിരുത്തേണ്ടത്. അതിലേറ്റവും പ്രധാനമാണ് ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാകാൻ ഏറ്റവും മിനിമം ലെവലിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണ് പുഞ്ചിരിക്കുക. ചിരിക്കാൻ അറിയാത്തത്ര മനുഷ്യന്മാരാണ് നമ്മുടെ വീട്ടിലെ, കുടുംബത്തിലെ, നാട്ടിലെ. അവരുടെ മുഖത്തൊരു ചിരി വിടർന്ന് കാണാൻ ലോകം കൊതിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. എന്താണ് ഇതിലെ നഷ്ടം? തന്റെ ചുണ്ടൊന്ന് വിരിഞ്ഞൊന്ന് ചിരിക്കണതിൽ അയാൾക്കുള്ള നഷ്ടം എന്താണ്? സയൻസ് പറയുന്നു 100-ലേറെ ഗുണം അയാൾ ചിരിക്കുമ്പോൾ വിടരുന്ന പറഞ്ഞു. ഹോർമോൺ ചേഞ്ചസ്, അയാളുടെ സംസാര സ്കിന്നിന് വരെ പോസിറ്റീവായ എത്രയോ വശങ്ങളാണ് സയൻസ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ സ്വതക്ക ചിരിക്കുക, ഒരാളുടെ സ്വഭാവം നന്നാവാനുള്ള മാർഗ്ഗം. മനഃപൂർവ്വം മൗനം പാലിക്കുക. ചില ഇടങ്ങളിൽ ദേഷ്യം വരുമ്പോ പ്രതികരിക്കേണ്ട ചില സ്ഥലത്ത് മിണ്ടാതിരിക്കുന്നത് നല്ല സ്വഭാവമാണ്. എല്ലാത്തിനും കയറി സംസാരിക്കുക, എല്ലാത്തിലും കയറി വഴക്കുണ്ടാക്കുക, അതൊരു നല്ല സ്വഭാവമല്ല. അതേപോലെ തന്നെയാണ് മനുഷ്യൻ ക്ഷമയും വിട്ടുവീഴ്ചയും സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മതിലാണ്. ക്ഷമയില്ലാത്തവൻ നമ്മുടെ കച്ചവടത്തിലാണെങ്കിലും, നമ്മുടെ ഷോപ്പിൽ വന്നാലും, പള്ളിയിൽ വന്നാലും, അവൻ ഏത് സ്ഥലത്ത് പോയാലും അവൻ ഇറിറ്റേറ്റഡ്, അസ്വസ്ഥനാവും. ക്ഷമയും വിട്ടുവീഴ്ചയും ഉള്ളവനായി മാറണം. പ്രതികാരം ചെയ്യാനുള്ള ചാൻസ് കിട്ടുമ്പോൾ വരെ മാപ്പ് കൊടുക്കാനുള്ള, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് സൽസ്വഭാവത്തിന്റെ ഗുണമാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകാൻ സത്യസന്ധമായ ജീവിതത്തിന് നമ്മൾ തയ്യാറായ നമ്മൾ നല്ല സ്വഭാവക്കാരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹ്, എൻ്റെ സൃഷ്ടിപ്പന്റെ ശരീരം നന്നാക്കി തന്ന പോലെ എൻ്റെ സ്വഭാവം എനിക്ക് നന്നാക്കി തരണേ. ഇത് കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കുറെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വഭാവം നന്നാവാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ. നല്ല സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആളാന്ന് പഠിപ്പിച്ചത് യാ ഫഅതു അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ. 4000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിലെ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിച്ച സ്വഹാബിമാരിൽ ഒരാളായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ഒരു ചെറിയ സംസാരത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരു വിഷയം നടക്കുമ്പോൾ ഒരാളും ബന്ധപ്പെട്ട ഇടപാടിൽ, കടമിടപാടിലുള്ള സംസാരത്തിൽ അവസാനം നബിതങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനക്കും ഖലാ. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യരാരാന്നറിയോ? കടം വീട്ടുമ്പോ നല്ല രീതിയിൽ വീട്ടുന്നവനാണ്. കടം വീട്ടുമ്പോ നല്ല രീതിയിൽ വീട്ടുന്നവനാണ്. അത് പറയാനൊരു കാരണം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിൽ നിന്നൊരു ഒട്ടകം കടം മേടിക്കാം, തിരിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോൾ അയാൾക്കത് നല്ലപോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങളുടെ കയ്യിലില്ല. സ്വഹാബത്തിനോട് നല്ലൊരു ഒട്ടകത്തെ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അതിനേക്കാൾ വില കൂടിയതാ കിട്ടിയത്. സ്വഹാബത്ത് വന്ന് നബിനോട് പറഞ്ഞു, നബിയെ, അദ്ദേഹം പറഞ്ഞ ആ തന്ന രൂപത്തിലുള്ള റേഞ്ചിലുള്ള ഒട്ടകം കിട്ടാനില്ല, അതിനേക്കാൾ കുറച്ച് കൂടിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. സാരല്ല, അത് കൊടുത്തേക്ക്, കാരണം അത് കടമാണ്. കടം നൽകുക, തിരിച്ചു വീട്ടുക എന്ന് പറഞ്ഞത് നല്ല പോലെ അതിനെ വീട്ടുന്നവനാണ് ഉത്തമൻ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ലേശം പഞ്ചസാര മേടിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ പിന്നെ ഒരു ചാൻസിൽ നമുക്കൊരു നല്ല സഹായം അയാൾക്ക് ചെയ്യാൻ തോന്നുമ്പോൾ 4 കിലോ അരി മേടിച്ചു കൊടുത്താലും നമുക്ക് നഷ്ടമില്ല എന്ന് പറഞ്ഞു. കടം വീട്ടുന്നതിൽ ഉത്തമനാവുക. നമ്മളൊക്കെ നാട്ടിൽ കഴിവുണ്ടായിട്ട് കടം വീട്ടാതെ പോകുന്നവരും അതേപോലെ തന്നെ പറ്റിച്ച് നടക്കുന്നവരൊക്കെ ഈ വാക്ക് ശ്രദ്ധിക്കണം. നല്ല മനുഷ്യൻ ആരാ? സമയബന്ധിതമായി, ഉത്തമമായി, മികച്ച രൂപത്തിൽ കടം വീട്ടി സഹായിക്കുന്നവനാണ്. ബാധ്യതകൾ പാലിക്കുന്ന ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ് നല്ല മനുഷ്യൻ. 4-മത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ചിലപ്പോൾ എന്നെയും നിങ്ങളെയും വല്ലാതെ ബാധിക്കുമോ എന്ന് നോക്കേണ്ടതാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നബി ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ഹൈറായ നല്ലവരാരാ, നിങ്ങളുടെ കൂട്ടത്തിലെ ചീത്തയായ ആളുകളാരാന്ന് ഞാൻ പറഞ്ഞു തരണോ
സ്വഹാബത്തിന് പേടിയായി. ഇനി പറഞ്ഞാൽ അതിൽ ആ സ്വഭാവം എനിക്കുണ്ടാവുമോ, ഇനി പറയുന്നതിൽ ഞാൻ പെടുവോ എന്ന് പേടിച്ചിട്ട് അവർ മിണ്ടാതിരുന്ന കുറച്ച് സമയം. അവസാനം കൂട്ടത്തിൽ നിന്ന് ചില സ്വഹാബിമാർ നിരിച്ചു, ബലായ റസൂലല്ലാഹ്, നബിയെ അങ്ങൊന്ന് പറഞ്ഞു തരൂ, എന്തായിരുന്നാലും വേണ്ടില്ല, അഖ്ബിർനാ ബിഖൈരിനാ മിൻ ശർരിനാ, അതാരൊക്കെയെന്നൊന്ന് പറഞ്ഞിരു നബിയെ. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ യുർജാ ഖൈറു, നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലവരാരാന്നറിയുമോ? നിങ്ങളെക്കുറിച്ച് നന്മ പ്രതീക്ഷിക്കപ്പെടുന്നവരാണ്. നമ്മളെ കാണുമ്പോൾ ഒരാൾ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവരല്ല. നമ്മളെ കാണുമ്പോൾ അവൻ വരുന്നുണ്ട്, ഇനി എന്തൊക്കെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകാൻ പോണത് എന്ന് തോന്നുന്നുണ്ടോ? അവിടെ ശ്രദ്ധിക്കണം, പേടിക്കണം. നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലവൻ ഖൈറുക്കും മൻ യുർജാ ഖൈറു, അവനെ കുറിച്ച് നന്മ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നല്ലോനാണ്. വയുഅ്മനു ശർറുഹു, അവനെ കുറിച്ചുള്ള തിന്മയിൽ നിർഭയനാകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനാണ്. ഉലമാക്കന്മാർ അത് വിശദീകരിച്ച് പറയുന്നിടത്ത് പറയാണ്, ഒരാളെ കാണുമ്പോൾ മറ്റൊരാൾക്ക് ആശ്വാസം തോന്നുന്നുവെങ്കിൽ, അയാൾ എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അയാളിൽ നിന്നൊരു നല്ല വാക്ക് എനിക്ക് കിട്ടുമെങ്കിൽ, അയാൾ എന്നെ നല്ലൊരു ഉപദേശം തരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ ഖൈറാണ്. തിരിച്ച് നമ്മളെ കുറിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അയാൾ എന്നെ പരിഹസിക്കുമോ, ഇനി അയാൾ എന്നെ ഉപദ്രവിക്കുമോ, അയാൾ ഇനിയിപ്പോ എന്നെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുമോ എന്ന് നമ്മളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ഷർറുണ്ട്. അപ്പൊ ഇത് സൂക്ഷിക്കണം. ഖൈറായ മനുഷ്യന്റെ അടയാളങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ സെന്റൻസ് കൊണ്ട് തന്നെ എത്ര ആശയത്തെയാണ് അതിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് നോക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവർ കുടുംബത്തിൽ നല്ലവരായവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഉത്തമനായി പെരുമാറുന്നവനാണ്. വെറുതെ പറഞ്ഞതല്ല. 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാർ ആരും നബിതങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. അതിൻ്റെ വലിയ സർട്ടിഫിക്കറ്റ്. നമ്മളെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത് മഹല്ല് സെക്രട്ടറി അല്ല, കച്ചവടത്തിൻ്റെ നമ്മളെ കൂടെ കിടക്കുന്ന അപ്പത്തെ ഷോപ്പിലെ കച്ചവടക്കാരനല്ല. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ സർട്ടിഫിക്കറ്റ് നമ്മളൊരു നല്ല മനുഷ്യനാണ്. അന്നേ നമ്മൾ നല്ലോനായിട്ടുള്ളൂ. അത് വെറുതെ പറയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തിൽ നന്നായി പെരുമാറുന്നവരാണ് നല്ലൊരു. ഭാര്യയെ തല്ലണവര്, കുട്ടികളെ പോത്തിനെ തല്ലുന്ന പോലെ മക്കളെ തല്ലുന്നവര്, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവര്, അയൽവാസിനോട് ബഹളുണ്ടാക്കുന്നവര്, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കും ബക്കാണും തല്ലുണ്ടാക്കി ജീവിക്കണവര്, ഇവരൊക്കെ നാട്ടിൽ മാന്യന്മാരാ, ഇവരൊക്കെ മഹലിൽ ഉഷാറാ, ഇവരൊക്കെ പ്രാസ്ഥാനികരിൽ സജീവ. വീട്ടിലെന്താ നമ്മളെ കോലം? ഇത് ഞാൻ എന്നോടാട്ടോ, നമ്മളോട് പറയേണ്ട വാക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് പെരുമാറ്റം നടത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സന്ദേശത്തെ നമ്മൾ നല്ലോനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നമുക്ക് പറ്റുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിലെ പെരുമാറ്റം എന്താ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ദേഷ്യത്തോടെയും വക്കാണത്തോടെയും അക്രമത്തോടെയും കാണിക്കുന്ന ഒരുത്തൻ നല്ലോനല്ല. ആ തിരിച്ചറിവുണ്ടാവണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്ന് പ്രിയപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലൊക്കെ ഉള്ള സ്വഭാവം? കാന ഫീ മിഹ്നതി അഹ്ലിഹി, അദ്ദേഹം വീട്ടിലുള്ള ഞങ്ങളുടെ ജോലിയിലൊക്കെ നന്നായി സഹായിക്കുന്നയാളാണ്. ഒരു ഭർത്താവ് ഭാര്യനെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുക, എന്താണോ നമ്മുടെ കഴിവനുസരിച്ച്. ഒരു ഭാര്യ ഭർത്താവിന്റെ ജോലി കാര്യങ്ങളിൽ, ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കാം. ചില വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അയാൾ സിഇഒമാരും വലിയ വലിയ ഓഫീസർമാരും, ഒറ്റ നിമിഷത്തിൽ അയാൾ മരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് ഏറ്റെടുക്കും. എങ്ങനെ? അവർക്കറിയാം അയാൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്, എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എവിടൊക്കെയാണ്, എങ്ങോട്ടാണ് അത് പോകേണ്ടത് എന്നത് നേരത്തെ ജീവിതകാലത്ത് ഭാര്യയുമായി ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല.
താൻ എവിടെ പോകുന്നു, താൻ ആരുടെ കൂടെ പോകുന്നു, എന്ന് തിരിച്ചു വരുമെന്ന് തന്റെ വീട്ടിൽ പോലും പറയാതെ ഇറങ്ങി നടക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ഒന്നും സംസാരിക്കാതെ, ചർച്ച ചെയ്യാതെ, എന്തിനേറെ തന്റെ ഭാര്യയോടുള്ള ശാരീരികമായ ആവശ്യങ്ങൾ പോലും നിരാകരിക്കുന്നവർ തന്റെ ഇണയോട് ചെയ്യുന്നത് എത്ര വലിയ ചതിയും ക്രൂരതയുമാണ്. തിരിച്ചും ഭാര്യയും അതറിഞ്ഞിരിക്കണം. നബി തങ്ങൾ തന്റെ വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു. നമ്മുടെ സൗമ്യതയും നമ്മുടെ ചിരിയും നമ്മുടെ സന്തോഷങ്ങളും കോമഡികളും ആസ്വദിക്കേണ്ടത് ആരാന്നറിയോ? നാട്ടിൽ കിടക്കുന്ന വഴിയോരങ്ങളിലെ ഏതെങ്കിലും മനുഷ്യരല്ല, നമ്മുടെ വീട്ടുകാര്, നമ്മുടെ കുട്ടികള്, നമ്മുടെ ഭാര്യ, ചിരികൾ, തമാശകൾ, നമ്മുടെ സൗമ്യതകൾ, നമ്മുടേതായ ആ പ്രത്യേകമായ നമ്മുടെ കഴിവുകളെ ആസ്വദിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരാണ്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സമയം നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണെങ്കിൽ നമ്മൾ നല്ലവരാണ്. നമ്മൾ വീട്ടിലുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ഭാരമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. വീടിറങ്ങി പോവല്ല, നമ്മളിൽ എവിടെയാണ് തിരുത്തേണ്ടതെന്ന് പരുഷമായ കഠിനമായ സ്വഭാവങ്ങൾ തിരുത്തുക, ആളുകളോട് ടച്ച് ചെയ്ത് സംസാരിക്കുക, മനസ്സറിഞ്ഞ് പെരുമാറുക, ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ മാന്യമായ സംസാരം, നിശബ്ദത പാലിക്കേണ്ടടുത്ത് നിശബ്ദത പാലിക്കാൻ ഏറ്റവും നല്ല ഇസ്ലാമികമായ മാതൃകകളും ശീലങ്ങളും വീട്ടിലുണ്ടാക്കിയാൽ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ വീട്ടുകാരോട് നന്നായി പെരുമാറുന്നവരായിരിക്കും. അപ്പൊ അതിന്റെ മോശം, ഏറ്റവും മോശപ്പെട്ട വീട്ടിൽ മോശമായി പറഞ്ഞവരാണെന്ന വാക്ക് ഞാനിവിടെ പ്രായമായിരിക്കുന്ന അപ്പന്മാരിരിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് കുറിച്ചു വെക്കേണ്ട വാക്കാണ്. ഞാൻ എൻ്റെ ചങ്ങാതിമാരോട് എന്ത് സുന്ദരമായിട്ടാണ് പെരുമാറുന്നത്, ഞാൻ എൻ്റെ പള്ളിയിലുള്ളവരോട് എത്ര രസകരമായിട്ടാണ് സമീപിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇത് കാണിക്കാത്തത്, ഞാനൊരു ഇരുണ്ട മുഖമായി രണ്ട് മുഖങ്ങളുമായിട്ട് പോകുന്നുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ചാൻസ് കൂടെയാണ് നമ്മുടെ കുടുംബം, നമ്മുടെ വീട് എന്നത്. അതുകൊണ്ട് ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്താരാണ് ഉത്തമരെന്ന് പഠിപ്പിച്ചതെങ്കിൽ അത് പഠിക്കാൻ, പകർത്താൻ, പാലിക്കാൻ അള്ളാഹു നമുക്കെല്ലാം വമ്പിച്ച തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വത്തു വൽ അഖവാത്തു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഇസ്ലാമാകുന്ന ദീനിൻ്റെ അടിത്തറകൾ ജീവിതത്തെ ക്രമീകരിക്കുന്ന രൂപത്തിൽ മാറ്റിയെടുത്ത് സത്യത്തിൻ്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന കേരള നാട്ടിൽ രണ്ട് തരത്തിലാണ് അറവുകൾ, ബലികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അല്ലാഹുവല്ലാത്തവരുടെ തൃപ്തിയും പൊരുത്തവും ഉദ്ദേശിച്ച ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ അല്ലാഹുവല്ലാത്തവരുടെ തൃപ്തി കിട്ടാൻ, ഖുർബത്ത് കിട്ടാൻ വേണ്ടിയുള്ള അറിവ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് റമദാൻ 17 അന്ന് ബദരീങ്ങളുടെ പൊരുത്തവും തൃപ്തിയും ബിസ്മി ചൊല്ലിയിട്ട് ഇറക്കും. പക്ഷെ ഉദ്ദേശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ബദരീങ്ങളുടെ ഖുർബത്താണ്. റബീഉൽ അവ്വലിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അതിൻ്റെ ചോറും അതിൻ്റെ അറവും നടത്തുന്നത് ഖുർബത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലാണ്. അതേപോലെ തന്നെയാണ് റബീഉൽ ആഖിറിൽ ജീലാനി ദിനത്തിന് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന വലിയ കൂറ്റൻ പോത്തുകളുടെ അറവ് അള്ളാന്റെ ഖുർബത്തല്ല, അത് ജീലാനിയുടെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ജീലാനിയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട. അതേ സമയത്ത് പല മഖാമുകളിൽ, ദർഗകളിൽ, പല ജാറങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട അറവ് നടത്തുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മൊത്തം നമുക്ക് പറയാം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നടത്തുന്ന ഈ അറവ് നമുക്ക് പറ്റുമോ എന്നാണ്. അത് അറവ് നടത്താൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ, അത് വിതരണം ചെയ്യാൻ പറ്റുമോ, നമ്മൾ എന്തായിരിക്കണം? എൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല,
മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. നമ്മളൊക്കെ മദ്ഹബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഷാഫി മദ്ഹബാന്നൊക്കെ ഇടക്കിടക്ക് പറയും. ആ മദ്ഹബിലെ പണ്ഡിതൻ പറയാ, ഇമാം നവവി തങ്ങൾ പറയാണ്, അല്ലാഹു അല്ലാത്തവരുടെ വല്ലവരുടെയും പ്രതിഫലമോ പുണ്യമോ ബറക്കത്തോ പ്രതീക്ഷിച്ച് അറവ് നടത്തിയാൽ, കമൻ ദബഹലി സ്വനമി ഏതെങ്കിലും വിഗ്രഹത്തിൽ നിന്ന്, അവിസ്വലീബി ഏതെങ്കിലും കുരിശിന്റെ മുമ്പിൽ, ഔലി മൂസാ നബിന്റെ പേരിൽ, ഔലി ഈസാ നബിന്റെ പേരിൽ, ഔലിൽ കഅബതി കഅബന്റെ പേരിൽ, കഅബയുടെ മുമ്പിൽ കഅബക്ക് വേണ്ടി, ഫകുല്ലു ഹാദാ ഹറാം. ഈസാ നബിക്കും മൂസാ നബിന്റെയും പേരിൽ അറവ് നടത്താൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളത് പറ്റുക? അതിനേക്കാൾ വലുതാണോ ജീലാനി? അത് ഹറാമാണ്. അത് അത്തരം അറവുകൾ നടത്താൻ പാടില്ല. ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന മറ്റൊരു പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ലൗ ദബഹ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അറവ് നടത്തിയാൽ, ദബീഹതൻ വഖസദ ബിഹി അത്തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹു വല്ലാത്തവരുടെ വല്ല തഖറബും ഖുർബത്തും പുണ്യവും സാമീപ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അറവ് നടത്തുന്നതെങ്കിൽ, സ്വാറ മുർത്തദ്ദാ, അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നവനായി മാറും. ഷാഫിഈ മദ്ഹബിലെ കിതാബിലെ ലേഖനം ഞാൻ വായിച്ചത്. സവാജിർ എന്ന കിതാബിലെ 2-ാം വാള്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെന്താ കാരണം? ഒട്ടനേകം ആയത്തുണ്ട്, ഒട്ടനേകം ഹദീസ് ഉണ്ട്. ഇങ്ങനെ പറ്റൂല. അല്ലാഹു വല്ലാത്തവരുടെ പുണ്യം പ്രതീക്ഷിച്ച് അറവ് നടത്തിയാൽ അവന് അല്ലാഹ് ശപിച്ചിരിക്കുന്നു. വിഷമം തോന്നാറ് എന്താണെന്നറിയോ? ഈ ജീലാനി ദിനത്തിന്റെയും റബീഉൽ അവ്വലിന്റെയും ബദരീങ്ങളുടെ ആണ്ടിന്റെ അറവ് നടത്തുന്ന ആളുകളുടെ നമ്മളിങ്ങനെ അതിന്റെ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കിയുണ്ടോ, 50, 60, 70 ഉരുക്കളെ കറക്കും. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ട ബലിപെരുന്നാളിന് മഹലിന് അറവ് നടത്താൻ ആളില്ല. 4 ആട്, 3 ആട്, ചിലയിടത്ത് 2 പോത്ത്, 3 പോത്ത്. അള്ളാഹ്ക്കുള്ളത് വളരെ കുറഞ്ഞ പോണത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണെങ്കിൽ ഗംഭീരാണ്. ഇവിടെ നമ്മൾ ഏത് തട്ടിലാണ് ജീവിക്കുന്നത് വായിക്കും. 2ാമത്തെ ഒരു അറവുണ്ട്, അത് ഇസ്ലാം പഠിപ്പിച്ച ഉളുഹിയ്യത്താണ്. നമ്മുടെ സമൂഹം ആ വിഷയത്തിൽ എത്ര ഗൗരവത്തോടെ കാണാറുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, റബ്ബിന് വേണ്ടി ബലിയറുക്കുക. നമ്മളതിന് പറയും ഉളുഹിയ്യത്ത് അറക്കുക എന്ന് പറയും. എന്താ ഉളുഹിയ്യത്ത്? മാ യദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി, കന്നുകാലികളെ അറവ് നടത്തലാണ്. അയ്യാമ ഈദുൽ അദ്ഹാ, ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ, ബിസബബിൽ ഈദ്, ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈദുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പെരുന്നാളിന്റെ അന്ന് അറുത്താൽ അത് ഉളുഹിയ്യത്തായി കൂട്ടൂല. ഈദുമായി ബന്ധപ്പെട്ടുള്ള തഖർറുബിന് വേണ്ടി, തഖർറുബൻ ഇലല്ലാഹി അസ്സ വജല്ല, ഇസ്മായിൽ നബിന്റെ കൂലി കിട്ടാനല്ല, ഇബ്രാഹിം നബിന്റെ പൊരുത്തം കിട്ടാനല്ല, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ആ ചരിത്രങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അറവ് നടത്തുന്നതാണ് ഉളുഹിയ്യത്ത്. നമ്മുടെ ബലികർമ്മം, നമ്മുടെ എല്ലാം അള്ളാഹ്ക്കാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ സ്വലാത്ത്, നുസുക്ക്, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ആരാധന, ജീവിതം, മരണം എല്ലാം പടച്ചോൾക്ക് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആകാൻ പാടുള്ളൂ. അതല്ലാത്തത് പാടില്ല.